ഡേ 7 ആണ്. 3 ഡേയ്സ് സോബറിറ്റി വർക്കിൻ്റെ വല്ലാത്തൊരു ഇതുണ്ട്. കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ജോലിക്ക് ഇത്ര ശ്രദ്ധ കിട്ടുന്നില്ല. കാര്യം ഈ ഒരു സെക്സുവൽ അർജ് വല്ലാത്ത രീതിയിൽ വരുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. ഒരു സ്റ്റൊമക്ക് ഇഷ്യൂ ഒക്കെ പോലെ. പക്ഷെ അത് പോകുമായിരിക്കും പറയുന്ന പോലെ തോന്നുന്നു. വിശ്വസിച്ചാലാണത് പോകുള്ളൂ. അതെന്നെ ഉറക്കം ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. പരമാവധി ആളുകളെ വിളിക്കുക, മെമ്പേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ടോക്ക് ചെയ്യുക, ഓവർ വർക്ക് എക്സൈറ്റ് ചെയ്ത് ചെയ്യാതിരിക്കുക, വളരെ കൂളായിട്ടിരിക്കുക, റിലാക്സേഷൻ ട്രൈ ചെയ്യുക, മാക്സിമം ആർഗ്യുമെൻസിലൊക്കെ പോകാതെ രക്ഷപ്പെടുക ഉള്ളതൊക്കെയാണ്. നിലവിലിപ്പോൾ ഡേ 7 ആണ്. 3 ഡേയ്സ് സോബറിറ്റി വർക്കിൻ്റെ അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇങ്ങനെയൊക്കെ വന്നാലും ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. ഇനി മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് സാധിക്കും. ദിനംതോറും 10 സ്റ്റെപ്പ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നു. അത് വല്ലാത്തൊരു ശക്തി മനസ്സിൽ നൽകുന്നുണ്ട്. എല്ലാത്തിനും പവർ ഓഫ് ലോഡ്, ഗ്രേസ് ഓഫ് ദ ലോഡാണ് എല്ലാത്തിൻ്റെയും ശക്തിയുടെയും മുന്നിൽ. അത് തന്നെ ഒരുപാട് മുന്നിലേക്ക് ജീവിതത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയും അതെത്തിക്കും. ഏത് ജോലി സ്ഥലത്തും സോബറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം സോബറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇന്നലെ തന്നെ എന്നെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പോകരുത് എന്നുള്ളൊരു ചിന്ത ഇവിടെ വരാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സോബറിറ്റി വർക്കാണ്, ഇത് ക്വാളിറ്റി വർക്കാണ്. അപ്പോൾ ക്വാളിറ്റി വർക്കാണ് അവർക്കെന്നെ മനസ്സിലാവും. അതിൻ്റെ പ്രശ്നങ്ങളിലൂടെ ചിന്തിച്ച് അതിൻ്റെ സൊല്യൂഷൻ കാണാൻ ശ്രമിക്കുന്ന എൻ്റെ ഒരു അന്വേഷണ ത്വരത, അത് തന്നെയാണ് സോബറിറ്റി. ആ അന്വേഷണ ത്വരത, ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു എന്താ പറയുക, ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, പിന്നെ ഒരു എന്താ പറയുക, ദൈവികമായിട്ട് ശ്രമങ്ങൾ എല്ലാം തന്നെ എനിക്കൊരു ഇത് നൽകുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ജോലി സ്ഥലത്ത് കൂടുതൽ നിൽക്കാനുള്ള സമയം എങ്ങനെയൊക്കെയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ ഈ ജോലി നിർത്തിയിട്ട് പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു ചിന്താഗതി തന്നാലും. കാരണം എന്ന് വെച്ചാൽ ജോലി ഇട്ടേച്ച് പോയാൽ വീട്ടിൽ ചെന്നാൽ എല്ലാവരും മനസ്സ് മാറും. പണമില്ലാത്തവൻ പെണ്ണത്തിന് തുല്യം എന്ന് പറയുന്ന പോലെ ജോലി ഇട്ടേച്ച് പോകരുത് എന്നുള്ളത് തന്നെയാണ്. കാര്യം വീണ്ടും അടുത്തൊരു ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് സാഹചര്യങ്ങളനുസരിച്ച് കിട്ടുമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് സോബറിറ്റിയെ പറ്റിയും സ്വയം പര്യാപ്തതയെ പറ്റിയും എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണിത്. സ്വയം പര്യാപ്തത വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. അത് സോഫ്റ്റ്വെയർക്കായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം ട്രൈ ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് പറ്റുമെങ്കിൽ പറ്റാൻ ചാൻസ് ഉണ്ടെങ്കിൽ പിടിച്ചേക്കുക എന്നുള്ളതാണ്. ത്രൂ ഔട്ട് ദ പ്രോസസ് ഓവറായിരിക്കുക എന്നുള്ളതുമാണ്. താങ്ക് യു.